നമ്മൾ സാധാരണ യാത്ര ചെയ്യുന്നത് എപ്പോഴും കാറിലല്ലേ? ഗുലേട്ടിന് എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ഫ്ലൈറ്റിന് പോകാമെന്ന് വെച്ചത്? കാരണം എന്താണ്? കാരണമുണ്ട്. അപ്പോൾ അതിന് കാരണമുള്ളൊരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് യൂറോപ്പിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു യൂറോപ്പ് ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഡ്ജറ്റ് ട്രാവലായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ അകത്ത് ട്രാവൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ കോസ്റ്റ് എയർലൈൻസ് ആയിരുന്നു. അതായത് റിയാനിയർ അല്ലെങ്കിൽ ട്രാൻസാവിയ, ഈസി ജെറ്റ് പോലത്തെ യൂറോപ്പിൻ്റെ അകത്തുള്ള ലോ കോസ്റ്റ് എയർലൈൻസ് ആയിരുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്തത്. ബസ് പോലും അല്ല, ബസ്സോ ട്രെയിനോ അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ യാത്ര ഫ്ലൈറ്റിലാക്കിയത്. അപ്പോൾ നമ്മൾ പോകുന്നത് വിയന്നയിലേക്കാണ്. ഇപ്പോൾ വിയന്ന ഇവിടെ നിന്നൊരു 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഉണ്ട്, ദൂരമുണ്ട്. അപ്പോൾ കാറിന് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് കാണുന്നതറിയില്ല, ഏകദേശം 900 കിലോമീറ്ററാണ് ഐന്തോവനിൽ നിന്ന് വിയന്നയിലേക്കുള്ളത്. ഈ 900 കിലോമീറ്റർ നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 300 രൂപയോളം നമ്മൾ പെട്രോളും ടോളും കൂടി ആവും. കാറിന് പോവുകയാണെങ്കിൽ 300 രൂപയാവും. ട്രെയിനാണെങ്കിൽ അതിൽ കൂടുതലാവും. ഫ്ലിക്സ് ബസ്സാണെങ്കിലും ഏകദേശം അത്രത്തോളം വരും, അല്ലെങ്കിൽ 200 യൂറോ എന്ന് കൂട്ടാം. 200 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16,000 രൂപ ആണ്. ഒരു യൂറോ 80 രൂപയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. പക്ഷേ നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്ന ഈ ഫ്ലൈറ്റ് റിയാനിയർ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ അകത്ത് കാണിച്ചു തരാം. ഈ റിയാനിയർ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 18 യൂറോക്കാണ്. 20 യൂറോ എന്ന് പറയുമ്പോൾ 1,600 രൂപ. അപ്പോൾ 18 യൂറോ എന്ന് പറയുമ്പോൾ വെറും 1,500 ഇന്ത്യൻ രൂപയ്ക്കാണ് ഞങ്ങൾ ഈ പറഞ്ഞ വിയന്നയിൽ പോയിട്ട് വരാൻ പോകുന്നത്. തിരിച്ച് ടിക്കറ്റ് ഉൾപ്പെടെ ആലോചിച്ച് നോക്കും എത്ര ലാഭമാണെന്ന്. നമ്മൾ കാറിൽ പോവുകയാണെങ്കിൽ പോലും കാറിൽ ഒരു 9 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം. ഇത് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. വളരെ ചീപ്പുമാണ്. ഒരിക്കലും ഈ പ്രൈസിൽ നമുക്ക് ഒരിക്കലും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ട്രെയിനിൽ പോയാൽ നമുക്ക് ഏകദേശം 9 മണിക്കൂർ സമയമാവും. അതുകൊണ്ടാണ് റിയാനെയർ പോലത്തെ സർവീസിൻ്റെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ പേഴ്സണലി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കാർ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫ്ലൈറ്റ് പോയിൻ്റ് എയിൽ നിന്ന് പോയിൻ്റ് ബിയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാറിലാവുമ്പോൾ നമുക്ക് ഇടയിലുള്ള വഴിയിലുള്ള പല സിറ്റികളും കാണുമ്പോൾ റാൻഡമായിട്ട് നമുക്ക് റെക്കോർഡൊക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാറിൽ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നമ്മൾ ഫ്ലൈറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ വരും. അത് വിയന്നയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസിന് വിയന്നയിലാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി നമ്മളിപ്പോൾ. അതുകൊണ്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ചെയ്യും. നമ്മൾ വിയന്നയിലെത്തി. വിയന്ന എയർപോർട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോട്ടലിലേക്കാണ് പോണത്. അപ്പോൾ ബാക്കി പുറത്തിറങ്ങിയിട്ട് അപ്പോൾ നമ്മൾ വിയന്ന എയർപോർട്ടിൽ നിന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ് പോണത്. ഇപ്പോൾ സിറ്റി എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഡേ ടിക്കറ്റ് പാസ് എടുക്കും, എന്നിട്ട് നേരെ ഹോട്ടലിലേക്കാണ് പോണത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ 72 അവേഴ്സ് സിറ്റി പാസ്സാണ് എടുത്തേക്കുന്നത്. കാര്യം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സിറ്റി പാസ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ, ബ്രസൽസ് വീഡിയോയിൽ ഞാനിത് പറയുന്നുണ്ടായിരുന്നു. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ 72 അവേഴ്സിൻ്റെ ടിക്കറ്റ് പാസ്സാണ് എടുത്തത് വിയന്നയിലേക്കുള്ളത്. അതിന് 2 പേർക്ക് 34 യൂറോയാണ്, കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇപ്പോൾ വിയന്നയിലെ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നീറ്റ് ട്രെയിനാണ്. കാര്യം നമ്മൾ പാരീസിലും ബ്രസൽസിലും ഒക്കെ ട്രെയിൻ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ ബാക്കി ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്താൽ വിയന്നയിൽ നല്ല സൂപ്പർ ട്രെയിനാണ്. അത്ര നീറ്റാണത്. അപ്പോൾ നമ്മളിപ്പോൾ വിയന്ന എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ മെട്രോ കയറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ താമസിക്കണം ഹോട്ടലിലേക്ക് വന്നത്. കാര്യം 2 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഹോട്ടൽ. ഇത് സിറ്റി ലിമിറ്റിലുള്ളൊരു ഹോട്ടലാണ്, IB's ബഡ്ജറ്റ് ഹോട്ടലാണിത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ
അകത്ത് കയറിയിട്ട് ഞാൻ പറയാൻ കാര്യം നല്ല തണുപ്പ്, ഇന്ന് ചെറിയ മഞ്ഞും കൂടെ ഉണ്ട്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇതേ കണ്ടാൽ ഞങ്ങൾക്ക് 2 റൂമാണ് കിട്ടിയത്, 221ഉം 223. അതായത് കുട്ടികൾക്ക് ഒരു റൂമും ഞങ്ങൾക്ക് ഒരു റൂമും കൂടിയാണ് തന്നത്. അതായത് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ അക്കോർ ഗ്രൂപ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്കിതിലൊരു അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് ആയിട്ടാണ് ഐബീസ് ഹോട്ടൽ നമുക്ക് ബഡ്ജറ്റ് ഹോട്ടൽ കിട്ടുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നോർമൽ ഹോട്ടൽ പോലെ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല, വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഹോട്ടലാണ് ഐബീസ് ബഡ്ജറ്റ് ഹോട്ടൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് റിസപ്ഷനാണ്. റിസപ്ഷൻ്റെ സൈഡിൽ ഇത് വേണ്ട, ഈ വെൻഡിങ് മെഷീൻസിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരുപാടൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല. കാര്യം നമ്മളിപ്പോൾ വന്നിറങ്ങുന്ന ടൈമിൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ രാത്രിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഫുഡൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ടത് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ഓടിക്കാനായിട്ട്. ഇങ്ങനത്തെ ബിസ്ക്കറ്റോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാർഡ് വെച്ചിട്ട് നമ്മൾ പേ ചെയ്യുക. കോഫി ഉണ്ടല്ലോ, അപ്പോൾ അതെ ഇവിടെ എൻ്റെ അകത്തുനിന്ന് വരും. പിന്നെ അത് മാത്രമല്ല കോഫിയൊക്കെ ഉണ്ട്, ചായ കുടിക്കണമെങ്കിലൊക്കെ അതെ കോഫി ഒക്കെ ഉണ്ട്. €1 ഉള്ളൂ അതിനൊക്കെ, €1.70 ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ 221, 223 നമുക്കിതാ ലിഫ്റ്റ് കയറാൻ പോകാം. ഫ്ലോർ ഒരു റൂമിന് €30, അതായത് ഒരു ദിവസത്തേക്ക് €30. അപ്പം നമുക്ക് ഈ പ്രൈസിന് 2 റൂമാണ് കിട്ടിയേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് നോക്കി എന്ത് നീറ്റാണെന്ന് കണ്ടോ. ഇത് ഐബീസ് ബഡ്ജറ്റ് ഹോട്ടലാണ്, അല്ലാതെ ഒരു നോർമൽ ഹോട്ടലൊന്നുമല്ല, ബഡ്ജറ്റ് ഹോട്ടലാണ് ഐബീസിൻ്റെ. പക്ഷേ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇതേ ഇവിടെ റൂമാണ് 221, 223. അപ്പോൾ നമ്മൾ പറക്കുകയാണല്ലോ. പിന്നെ പോലെ ഒരുത്തിയിരിക്കണുണ്ടോ കണ്ടാ, ഇതാണ് സൗകര്യം. ബെഡ്, അതായത് ഒരു റൂമിൻ്റെ സൗകര്യം ഞാൻ പറയില്ല. മുകളിലൊരു ബെഡ്, താഴത്തൊരു ബെഡുണ്ട്, TV ഉണ്ട്, കണ്ട കാർട്ടൂൺ കാണുന്ന. ഇവിടെ വന്ന ഒരു ചെറിയ ഒരു റൂമുണ്ട്, ചെറിയ ടേബിൾ, അതാ ഒരു കുഞ്ഞു ചെയർ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഷവർ പ്ലേസ് ആണത്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, പക്ഷെ വളരെ നീറ്റാണ് ഇവിടെ. ഇപ്പോൾ നമ്മളിപ്പോൾ യോഗട്ടൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര എക്സ്പെൻസീവാണ് സാധനങ്ങൾക്ക്. ഇതിനിപ്പോൾ ഒരു യോഗട്ടിന് എത്ര, €1 20 സെൻറ്റാണ്. ഇത് അയന്തോവനിലാണെങ്കിൽ ഇത് വെറും 40 സെൻറ്റിന് ഒരെണ്ണത്തിന് കിട്ടുന്നതിനാണ് ഇത്രയും രൂപ. ഇതിങ്ങനെയൊന്നുമല്ല, പൊതുവെ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ ഭയങ്കര വിലയാണ്. ഇവിടെ ആളുകൾ എങ്ങനെയാണ്, നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ജീവിക്കണേന്ന് അത്ഭുതം കേട്ടോ. കാര്യം ഇഷ്ടംപോലെ ഇന്ത്യൻസിന് നമ്മൾ കണ്ടു, മലയാളികൾ തന്നെ ഉണ്ട്. നമ്മൾ 2-3 ഗ്രൂപ്പിനെ കാണുകയും കൂടെ ചെയ്തു. അപ്പം അതുകൊണ്ടാണ് എനിക്കിത് തോന്നിയത്. കാര്യം നമുക്കൊക്കെ പൊതുവേ എക്സ്പെൻസ് കൂടുതലാണ് അവിടെ പോയാലും ഒക്കെ. ഇവിടെ പക്ഷേ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ. വിയന്നയിൽ തൊടുന്ന സാധനങ്ങൾക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത വീഡിയോ വിയന്നയെ പറ്റിയായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും ഗുഡ് ബൈ.